രാക്ഷസ പ്രണയം 7. ഏറെ നേരം കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. മുത്തശ്ശിയോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള കൊതിയോടെയാണ് വീണയുടെ വീട്ടിൽ നിന്നും തറവാട്ടിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ ആ തറവാടും ആ നാടും ഒക്കെ വിട്ട് ഒരുപാട് ദൂരെ മറ്റൊരു വീട്ടിൽ, അതും ആ രാക്ഷസന്റെ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വന്നു. അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. സോഫയിൽ കിടന്നുകൊണ്ട് അവനും അവളെ നോക്കി. ചെറുതായി വിറയ്ക്കുന്ന അവളുടെ ഉടലിൽ നിന്നും അവൾ ഇപ്പോഴും കരയുകയാണ് എന്ന് മനസ്സിലായി. പക്ഷെ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. കുറേ നേരം അങ്ങനെ കിടന്ന് ഏതാണ്ട് പുലർച്ചയോടെയാണ് അവർ രണ്ടുപേരും ഒന്ന് മയങ്ങിയത്. ആദ്യം എഴുന്നേറ്റത് അവൻ തന്നെയായിരുന്നു. ഏതാണ്ട് 7 മണിയോടെ അവൻ എഴുന്നേറ്റു. അപ്പോഴും കിടക്കയിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവളെ അവൻ നോക്കി. പെട്ടെന്നാണ് ഇന്നലെ ശ്രീദേവിയമ്മ പറഞ്ഞ കാര്യം അവന് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അവന്റെ അനിയത്തി ഗായത്രിയെ വിളിച്ചു. ഇടിമോളെ, നീ ഇന്ന് കോളേജിൽ പോണ്ട. എത്രയും പെട്ടെന്ന് നിന്റെ കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ഇറങ്ങി വാ. രാവിലെ തന്നെ വിളിച്ച് റാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗായത്രിക്ക് ആകെ ടെൻഷനായി. ഇന്നലെ ശ്രീദേവി അമ്മയോടൊപ്പം ഗുരുവായൂർക്ക് പോവുകയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇന്ന് അവിടുന്ന് എങ്ങാനും വല്ല പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു. ചേട്ടനായതുകൊണ്ട് അങ്ങനെ വരാൻ ഒട്ടും വഴിയില്ല. പിന്നെ എന്തിനാണ് പെണ്ണുങ്ങളുടെ ഡ്രസ്സ്? അവൾ ഉത്തരം കിട്ടാതെ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും പറഞ്ഞതല്ലേ, പോയി കളയാം. പെട്ടെന്ന് തന്നെ ഒരു ബാഗിൽ 1-2 ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. സമയം ഏതാണ്ട് 8 മണിയുടെ അടുത്തപ്പോൾ റാം പതിയെ ആതിരയെ വിളിച്ചു. ക്ഷീണം കാരണവും തളർച്ച കാരണവും അവൾ ഉറങ്ങിപ്പോയതാണ്. റാം വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. ആദ്യം ഒരു അങ്കലാപ്പായിരുന്നു. താൻ എവിടെയാണ്? പെട്ടെന്നാണ് തലേ ദിവസത്തെ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ക്ഷീണമൊക്കെ മാറിയോ മോളെ? പേടിക്കേണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. മോള് പോയി ഒന്ന് ഫ്രഷായി വാ. അപ്പോഴേക്കും ശ്രീദേവി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതരും, അവൻ അവളോട് പറഞ്ഞു. അവൾ പതിയെ തലയാട്ടി. എന്നിട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. കൈയും മുഖവും കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു. ഇനിയും നാട്ടിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിൽ അവൻ ബോംബെക്ക് തിരിച്ചു. പുലർച്ചെ അവൻ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി. എന്തോ അവന് തന്റെ ഫ്ളാറ്റിലേക്ക് പോകാൻ തോന്നിയില്ല. പകരം അവൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക്, ആ ബംഗ്ലാവിലേക്ക് വന്നു. ഏതാണ്ട് 8:30-ഓടെ റാമിനും ആതിരമോൾക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി ശ്രീദേവി നേരിട്ട് ഔട്ട് ഹൗസിൽ ചെന്നു. കതക് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ആതിര പേടിച്ച് റാമിന്റെ പുറകിൽ ഒളിച്ചു. ഇങ്ങനെ പേടിക്കാതെ മോളെ, അത് ശ്രീദേവിയമ്മയാണ്, നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി വന്നതാണ്, പറഞ്ഞുകൊണ്ട് റാം കതക് തുറന്നു. മുറിക്കകത്തേക്ക് കയറി ശ്രീദേവിക്ക് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആതിരമോളെ കണ്ടപ്പോൾ വിഷമം തോന്നി. മോള് പേടിക്കേണ്ട കേട്ടോ, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇവിടെ വെച്ച് അവൻ നിന്നെ കണ്ടാലും നിന്നെ ഉപദ്രവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ മോള് പേടിക്കാതെ ഇരിക്കെ. ഈ ആഹാരമൊക്കെ കഴിച്ച് മിടുക്കിയാവ് കേട്ടോ. അവളുടെ മുടിയിൽ തലോകിക്കൊണ്ട് ഒരുപാട് വാത്സല്യത്തോടെ ശ്രീദേവി പറഞ്ഞു. റാമിനോട് മോളെ നല്ലപോലെ നോക്കിക്കോടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരികെ ബംഗ്ലാവിലേക്ക് പോകാനായി ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ വാതിലടയ്ക്കാനായി റാം അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് അവരുടെ നോട്ടം ബംഗ്ലാവിന്റെ മെയിൻ ഗേറ്റ് കടന്നുകൊണ്ട് വരുന്ന വിജയുടെ കാറിൽ പതിഞ്ഞത്. വേഗത്തിൽ ഒരു ഇരമ്പലോടെ അവന്റെ കാർ പോർച്ചിൽ വന്ന് നിന്നു. അവൻ കാറിൽ നിന്നിറങ്ങി. അവന്റെ നോട്ടം ആദ്യം പതിഞ്ഞത് ഔട്ട് ഹൗസിന് മുന്നിൽ നിൽക്കുന്ന ശ്രീദേവിയിലും റാമിലുമായിരുന്നു. രാവിലെ അമ്മയെയും റാമിനെയും അവിടെ കണ്ടതുകൊണ്ട് അവൻ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന വിജയനെ കണ്ടതും ശ്രീദേവിയുടെയും റാമിന്റെയും മുഖത്ത് ആകെ പരിഭ്രമം നിറഞ്ഞു. ഔട്ട് ഹൗസിന്റെ ജനലിൽ കൂടി അങ്ങോട്ട് നടന്നു വരുന്ന റാമിനെ കണ്ടപ്പോൾ ആതിരയുടെ ദേഹം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. അവൾ മുറിക്കകത്തേക്ക് ഓടിക്കയറി. കട്ടിലിന്റെ അടുത്തായിട്ടിരുന്ന ടേബിളിന്റെ ഇടയിലുള്ള കൊച്ചു സ്ഥലത്തേക്ക് അവൾ കയറി. പേടിച്ചു വിറച്ച് ചുരുണ്ടുകൂടി ഇരിപ്പായി. എന്താണ് രാവിലെ അമ്മയും റാമും ഇവിടെ നിൽക്കുന്നത്? ചോദിച്ചുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് വന്നു. അവന്റെ ശബ്ദം കേട്ടതും ആ പെണ്ണിന്റെ ഉടലാകെ വിറച്ച് തുള്ളാൻ തുടങ്ങി. അവൾ 2 കൈകൾ കൊണ്ടും തന്റെ ചെവി പൊത്തിപ്പിടിച്ചു. ആ ശബ്ദം പോലും അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അതൊന്നുമില്ല മോനെ. ഇന്നലെ ഗുരുവായൂരിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി താമസിച്ചിരുന്നു. രാത്രി ഒരുപാടായി. വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അതൊന്ന് തിരക്കാനാണ് രാവിലെ വന്നത്. അതുമാത്രമല്ല ആഹാരവും കൊടുക്കാമെന്ന് കരുതി. ശ്രീദേവി വല്ലാത്തൊരു വെപ്രാളത്തോടെ പറഞ്ഞൊപ്പിച്ചു. തന്റെ മകനാണ്, ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ പോലും അവന്റെ വാശി, ദേഷ്യം എല്ലാം അറിയാവുന്ന അമ്മയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആ കുഞ്ഞിപ്പെണ്ണിനെ അവന്റെ മുന്നിൽ കണ്ടാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്കും അറിയില്ല. അവളെ മറച്ചു പിടിച്ചേ പറ്റൂ, കുറച്ചു നാളുകളെങ്കിലും. ശ്രീദേവി വിജയുടെ കൈയും പിടിച്ചുകൊണ്ട് ബംഗ്ലാവിലേക്ക് നടക്കാനായി തിരിയുന്ന സമയത്താണ് റാമിന്റെ അനിയത്തി ഗായത്രി സ്കൂട്ടിയിൽ ആ കൊട്ടാരത്തിലേക്ക് വന്നത്. അവൾ തന്റെ സ്കൂട്ടി അവരുടെ അടുത്തേക്ക് ഓടിച്ചു ചെന്നു. അവളെ കണ്ടതും റാമും ശ്രീദേവിയും ആകെ വെപ്രാളത്തിലായി.
അവൾക്ക് കാര്യമൊന്നും അറിയില്ല. ഡ്രസ്സുമായി ഇങ്ങോട്ട് വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വല്ലതും ചോദിക്കുകയോ പറയിക്കുകയോ ചെയ്താൽ ആകെ കുഴപ്പമാകും. അവരെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ നല്ല ഒരു ചിരിയോടുകൂടി തന്റെ ബാഗും എടുത്തുകൊണ്ട് ഗായത്രി അവർക്കരികിലേക്ക് വന്നു. നീ എന്താ വലിയ ബാഗൊക്കെ ആയിട്ട്? അവളെ അങ്ങനെ കണ്ടപ്പോൾ വിജയ് ചോദിച്ചു. ഗായത്രി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ശ്രീദേവി മറുപടി പറഞ്ഞു. അത് മോനെ, ഇവിടെ പൂജ നടക്കുകയല്ലേ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഞാനാണ് മോളോടുകൂടി വരാൻ പറഞ്ഞത്. ശ്രീദേവി അമ്മയുടെ പറച്ചിൽ കേട്ട് ഗായത്രി ഒന്ന് ഞെട്ടി. അവൾ ശ്രീദേവിയെയും റാമിനെയും നോക്കി. റാമിന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ പിന്നീടൊന്നും ചോദിച്ചില്ല. പെട്ടെന്നാണ് വിജയുടെ വെളുത്ത കൈത്തണ്ടയിലെ ചുവന്ന മുറിവിന്റെ പാടുകൾ അവൾ ശ്രദ്ധിച്ചത്. അയ്യോ, ഇതെന്തു പറ്റിയതായേട്ടാ? അവന്റെ കൈയിലെ മുറിപ്പാടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തെ ഭാവം ആകെ മാറി. അവിടെ ഒരു പ്രത്യേക ഭാവം നിറഞ്ഞു. ചിറ്റേത്ത് തറവാട്ടിലായിരുന്നു ഇന്നലെ. അവിടെ ഒരു സുന്ദരി കുറിഞ്ഞിപ്പൂച്ചയെ കണ്ടു. അവളെ ഒന്ന് പിടിച്ചു. അവൾക്കിഷ്ടപ്പെട്ടില്ല. അവൾ ആകെ അങ്ങ് മാന്തി. വല്ലാത്തൊരു മുഖഭാവത്തോടെ അവൻ പറഞ്ഞു. അവന്റെ മുഖത്തെ ഭാവം ശ്രീദേവിയെയും റാമിനെയും ഭയപ്പെടുത്തി. ആഹാ, എന്നിട്ട് ആ പൂച്ച ഇപ്പോൾ ജീവനോടെ ഉണ്ടോ? അവളൊരു ചിരിയോടെ അവനോട് ചോദിച്ചു. കാരണം അവൾക്കറിയാം, അവന്റെ ദേഹം വേദനിച്ചാൽ, അവനെ ഉപദ്രവിച്ചാൽ അതിനെ ആരായാലും അവരെ വെറുതെ വിടില്ല. ഇല്ലടി പെണ്ണെ, പൂച്ചയെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അവൾ ഓടിപ്പോയി. പിടിക്കൽ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിടികിട്ടിയാൽ ഉടനെ എന്നെ വിവരം അറിയിക്കും. എന്റെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം എനിക്ക് ആ കുറിഞ്ഞിപ്പൂച്ചയെ തിരിച്ചൊന്ന് മാന്താൻ. അവൻ ഒരു പ്രത്യേക ഭാവത്തോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ഗായത്രിക്ക് ചിരി വന്നു. ഒരു പൂച്ചയെപ്പോലും വെറുതെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബാഗും എടുത്ത് അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ ശ്രീദേവി വിജയുടെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഗായത്രി കയറിയ ഉടൻ തന്നെ റാം കതകടച്ചു. അവന്റെ മുഖത്തെ വെപ്രാളം കണ്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് ഗായത്രിക്ക് തോന്നി. അവൻ പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ കൈയും പിടിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് കയറി ആ മുറിയുടെ കതകും കുറ്റിയിട്ടു. ഗായത്രി ഒരു പകപ്പോടെ റാമിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആ മുറി മുഴുവൻ തിരയുകയാണ്. കട്ടിലിൽ നോക്കി, സോഫയിൽ നോക്കി, ബാത്റൂമിൽ നോക്കി. പെട്ടെന്നാണ് അവനത് കണ്ടത്. കട്ടിലിനോട് ചേർത്തിട്ടിരിക്കുന്ന മേശയുടെ ഇടയിലുള്ള സ്ഥലത്ത് പേടിച്ചു വിറച്ച് ചുരുണ്ടു കൂടിയിരിക്കുന്ന ആതിര. അവൻ ഓടിച്ചെന്ന് അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് അവളുടെ കൈ പിടിച്ചു. ആ കൈയുടെയും അവളുടെ ഉടലിന്റെയും വിറയലിൽ നിന്നും ആ പെണ്ണ് എത്രമാത്രം ഭയപ്പെട്ടു എന്നവന് മനസ്സിലായി. അവൻ പോയി മോളെ, അവനിങ്ങോട്ട് കയറില്ല. വല്ലപ്പോഴുമേ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. ഇവിടെ പൂജ നടക്കുന്നത് കൊണ്ടാണ് വന്നത്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് കയറില്ല. നിന്നെ കാണില്ല, പേടിക്കാതെ. റാം അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഗായത്രി. അവൾക്കൊന്നും മനസ്സിലായില്ല. റാം എത്ര ആശ്വസിപ്പിച്ചിട്ടും പേടി മാറാതെ ഇരുന്ന് കരയുന്ന ആതിരയുടെ അടുത്തേക്ക് ഗായത്രി വന്നു. അവൾക്ക് മുന്നിലായി ഇരുന്നു. പതിയെ ആ കയ്യിൽ പിടിച്ചു. ആതിരയെ പതിയെ തന്റെ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി. അവൾ ഗായത്രിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കുറച്ചുനേരം അങ്ങനെ ഇരുന്നപ്പോൾ ആതിരയ്ക്ക് ആശ്വാസം തോന്നി. അവളുടെ പേടി കുറച്ചൊക്കെ അവളെ വിട്ടു പോയതുപോലെ. റാമിന്റെ മുഖത്തേക്ക് ഇതെല്ലാം എന്ത് എന്ന മട്ടിൽ ഗായത്രി നോക്കി. ഇച്ചിരി മുൻപേ നിന്റെ പുന്നാര ചേട്ടൻ പറഞ്ഞില്ലേ ഒരു കുറിഞ്ഞിപ്പൂച്ചയെപ്പറ്റി? ഇതാണ് ആ കുറിഞ്ഞിപ്പൂച്ച. നാട്ടിൽ മുഴുവൻ ഈ കുറിഞ്ഞിപ്പൂച്ചയെ തിരയാനായി ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടാണ് നിന്റെ ആ കണ്ടൻ പൂച്ച ഇങ്ങോട്ട് പോന്നത്. കണ്ടൻ പൂച്ചയല്ല, കടുവ. ആ കടുവ ഇങ്ങോട്ട് വന്നത്. അവനൊരൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു. എന്നിട്ടും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവാതെ അവനെ നോക്കിയ ഗായത്രിയോട് എല്ലാ സംഭവങ്ങളും ചുരുങ്ങിയ വാക്കുകളിൽ അവൻ വിശദീകരിച്ചു. അതെന്തായാലും കൊള്ളാം. ആ കടുവ ഈ നാട് മുഴുവൻ ഈ കുറിഞ്ഞിപ്പൂച്ചയെ തിരക്കി നടക്കും. അവള് തന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നറിയാതെ. എന്തായാലും ഒരിക്കലും ഈ വീട്ടിൽ നിന്നെ ചേട്ടൻ അന്വേഷിക്കില്ല. ശരിക്കും ശ്രീദേവി അമ്മ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തത്. ഇവിടെ അല്ലാതെ വേറെ എങ്ങോട്ട് ഈ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ഒളിപ്പിച്ചിരുന്നെങ്കിലും ആ കടുവ കണ്ടെത്തിയേനെ. പക്ഷെ എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. ചേട്ടനൊരു ചാണക്യനാണ്, ബുദ്ധിരാക്ഷസനാണ്. അതുകൊണ്ട് ഗായത്രി ബാക്കി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ റാം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനായി കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം അധികം വൈകാതെ വിജയ് ആതിരയെ കണ്ടെത്തുമെന്ന്. അപ്പോഴേക്കും അവന്റെ ദേഷ്യമൊന്നു കുറഞ്ഞ് ഈ പെൺകുട്ടിയോട് അവൻ സ്നേഹത്തിൽ പെരുമാറണേ എന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും. ഗായത്രി പതിയെ ആതിരയെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കൊണ്ടിരുത്തി. ഒരു ഗ്ലാസ് വെള്ളം അവളെ കൊണ്ട് കുടിപ്പിച്ചു. ഗായത്രിയെ കൂടി കണ്ടപ്പോൾ ആതിരയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഗായത്രി അവൾ കൊണ്ടുവന്ന ഡ്രസ്സ് ആതിരയെ ഏൽപ്പിച്ചു. കടും നീല നിറത്തിലുള്ള ഒരു ചുരിദാറും മഞ്ഞ നിറത്തിലുള്ള പാന്റുമായിരുന്നു ആതിരയ്ക്കായി ഗായത്രി നൽകിയത്. ബോട്ട് നെക്ക് കഴുത്തായിരുന്നു ആ ചുരിദാറിന്. അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി വന്നപ്പോൾ അവളുടെ കഴുത്തിൽ വിജയ് ചാർത്തിയ താലിമാല വ്യക്തമായി തന്നെ ഗായത്രിയും റാമും കണ്ടു. എന്റെ പെണ്ണെ, എത്ര പേർ കൊതിക്കുന്ന ഒന്നാണ് ഈ താലി എന്ന് നിനക്കറിയാമോ?
ബോളിവുഡിലെ ലോകസുന്ദരിമാർ പോലും കൊതിക്കുന്ന താലിയാണ് വെറും ഒരു രാത്രി കൊണ്ട് നിനക്ക് കിട്ടിയത്. ഇതിന്റെ വില നിനക്കറിയുമോ? നീ ഇപ്പോൾ ശരിക്കും ഒരു രാജ്ഞിയാണ്. ഗായത്രി പറഞ്ഞു. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നേയില്ല. അവൾക്കതൊന്നും അറിയുകയും വേണ്ട. എങ്ങനെയെങ്കിലും തിരിച്ച് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നാൽ മാത്രം മതി അവൾക്ക്. തുടരും.